മൊബൈലില്ലാത്ത ഒരു ദിവസം പൂർത്തിയാക്കുക സാധ്യമല്ലാത്ത വിധം മനുഷ്യനെ കീഴ്പ്പെടുത്തിയ കണ്ടുപിടുത്തത്തിന് 50 ആണ്ട് തികയുകയാണ്. കൈക്കുള്ളിൽ ലോകമൊതുക്കാൻ ഉതകും വിധം മൊബൈൽ ഫോണിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നേക്ക് 50 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. മാർട്ടിൻ കൂപ്പറിൻ്റെ കണ്ടുപിടുത്തം കാലത്തെ അതിജീവിച്ച് പകരക്കാരനില്ലാതെ മുന്നേറുകയാണ്. മാർട്ടിൻ കൂപ്പർ തന്റെ കണ്ടുപിടുത്തം അവതരിപ്പിക്കുമ്പോൾ ലോകത്തിന്റെ ഗതി മാറ്റാൻ ഉതകുന്നതാവാം തന്റെ കണ്ടുപിടുത്തമെന്ന് കരുതി കാണില്ല. പറഞ്ഞു വന്നത് മൊബൈൽ ഫോണിനെ കുറിച്ചാണ്. നിത്യജീവിതത്തിൽ ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമായി മൊബൈൽ ഫോൺ മാറിയിട്ട് 50 വർഷം. കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന് ഇന്നേക്ക് 50 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ലോകം മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നായിരുന്നു മൊബൈലിന്റെ പിതാവായ മാർട്ടിൻ കൂപ്പർ എന്ന് പറഞ്ഞത്. ആ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് മനുഷ്യൻ മൊബൈൽ സ്ക്രീനിലേക്ക് തലതാഴ്ത്തി തുടങ്ങിയിട്ട് നീണ്ട 50 വർഷങ്ങൾ പൂർത്തിയായി. റേഡിയോ ട്രാൻസ്മിറ്ററിലൂടെ ആശയവിനിമയം നടത്തുന്ന 1931 കോമിക് കഥാപാത്രമായ ഡിക് ട്രേസിയായിരുന്നു മൊബൈലിന്റെ പിറവിക്കാധാരം. അമേരിക്കയിലെ ടെലിഫോൺ ഭീമന്മാരായ AT&Tയും മോട്ടറോളയും തമ്മിലുള്ള കിടമത്സരത്തിൽ വിജയിച്ചത് മോട്ടറോളയിലെ എഞ്ചിനീയറായ മാർട്ടിൻ കൂപ്പറാണ്. വയർ ഘടിപ്പിക്കാതെ കൊണ്ടു നടക്കാനാകുന്ന ഫോൺ എന്ന ആശയം കൂപ്പർ 90 ദിവസം കൊണ്ട് നടപ്പിലാക്കി. 1973 ഏപ്രിൽ 3 എതിരാളികളെ തന്നെ ഫോൺ ചെയ്ത് വിജയമറിയിച്ച ചരിത്രമാണ് ആദ്യ മൊബൈൽ ഫോണിനുള്ളത്. 90കളുടെ തുടക്കത്തോടെ മൊബൈൽ തരംഗമായി. 124 ലക്ഷം മൊബൈൽ ഉപയോക്താക്കളിൽ നിന്ന് 2011 അവസാനത്തിൽ 560 കോടി മൊബൈൽ ഉപയോക്താക്കളിലേക്ക് അത് വളർന്നു. 5.44 ബില്യനാണ് ഏറ്റവും പുതിയ കണക്കുപ്രകാരം മൊബൈൽ ഉപയോക്താക്കളുടെ എണ്ണം. മറ്റൊന്നിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധമുള്ള അത്ഭുതമായ വളർച്ച. 1 കിലോയോളം ഭാരം വരുമായിരുന്നു കൂപ്പറിന്റെ ആദ്യ ഫോണിന്. 1 കിലോയിൽ നിന്ന് കുറഞ്ഞ പരമാവധി ഭാരം 200 ഗ്രാമിലെത്തും വിധം 50 ആണ്ടിന്റെ സാങ്കേതികവിദ്യ വളർന്നിരിക്കുന്നു. അനുദിനം അപ്ഡേഷൻ വരുന്ന സാങ്കേതികത മാറിവരുന്ന മൊബൈൽ ഫോണിലേക്ക് ലോകം തലതാഴ്ത്തിയിരിക്കുമ്പോൾ കൈക്കുള്ളിൽ ലോകക്രമം മാറ്റാൻ ഉതകും വിധം മൊബൈൽ വളർന്നിരിക്കുന്നു. 50 വയസ്സിന്റെ ചെറുപ്പത്തോടെയിരിക്കുന്ന മൊബൈൽ ഫോണിന് ജന്മദിനാശംസകൾ. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.